അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തോന്നുന്നു നിങ്ങൾ. അങ്ങനെയൊന്നും എം എം മണി പറഞ്ഞു. എം എം മണി പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രേ കണ്ടു. അത് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് വേറൊരു വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ പറഞ്ഞതായി കണ്ടാൽ മതി. ഏറ്റവും വെറുക്കപ്പെട്ട സർക്കാരാണ് CPM-ന്റെ സർക്കാർ. ഇപ്പം LDF-ന്റെ സർക്കാരാണ്. CPM-ന്റെ കമ്മ്യൂണൽ അജണ്ട, പിണറായിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണൽ അജണ്ട പാർലമെന്റിന് മുമ്പേ അത് ന്യൂനപക്ഷ വർഗീയ പ്രീണനമായിരുന്നെങ്കിൽ അതിനുശേഷം അത് ഭൂരിപക്ഷ വർഗീയ പ്രീണനത്തിലേക്ക് പോകുന്നു. അല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണതെല്ലാം. UDF ചെയ്തത് വർഗീയ ശക്തികളുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കിയ ചെയ്തേ. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് 2 സീറ്റും അതുപോലെ തന്നെ വോട്ടുമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അത് ദുരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് അന്നേ പറഞ്ഞത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവരതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ BJP-ക്ക് 50 ഉണ്ട്, LDF UDF 48. ഒരു നീക്കവും ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. ഭരണം ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്ന പാർട്ടിയൊന്നുമല്ലല്ലോ CPIM. അല്ല, അവർക്ക് അവരുടെ ഭൂരിപക്ഷമായിട്ടില്ല. അവർക്കും ഭൂരിപക്ഷമില്ല. 51 സീറ്റുണ്ട്. 50 സീറ്റ് കിട്ടിയാൽ 101 സീറ്റുണ്ടല്ലോ. 50 സീറ്റ് കിട്ടിയ ഭൂരിപക്ഷമല്ല. പക്ഷേ ഉള്ള ഒന്നാമത്തെ കക്ഷി അവരായിരിക്കും വരിക. അത് നമുക്ക് നോക്കാം. പിന്നീടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഞങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് BJP-യോ BJP-യുമായി ചേർന്ന് കോൺഗ്രസിനെയോ ഇവിടെ കേരളത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, BJP-ന്റെ സ്ഥിതി മോശമാകുക ഇത്. നിങ്ങൾ BJP-നെ പറ്റി ഇവിടെ ഒഴിച്ചു നിർത്തിയാൽ ഒരു ജില്ലാ പഞ്ചായത്തിലാണ് അവരാകെ ജയിച്ചത്, ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ്. BJP വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. കോർപ്പറേഷനിലാണ് അവർക്ക് കേന്ദ്രീകരിച്ച് നിൽക്കാൻ സാധിച്ചത്. ബാക്കി കേരളത്തിലുടനീളം അവരാഗ്രഹിച്ചതുപോലെ മുന്നോട്ടേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം.